എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ആയാലോ. അതിനുവേണ്ടി ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 5 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക എണ്ണയിലിട്ടിട്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് കാബേജ്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പൊ നന്നായി വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ തീയിലോട്ട് വേവിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എത്രയാണോ സൂപ്പിന് ആവശ്യം വേണ്ട അത്ര വെള്ളം ഒഴിക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സമയം ഉപ്പൊക്കെ പാകത്തിൽ നോക്കി ഉപ്പ് ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് നന്നായി തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കുക. ഇനി കോൺഫ്ലവറിന്റെ മാവ് 1 ടീസ്പൂൺ കോൺഫ്ലവർ മാവ് 1/4 കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത കോൺഫ്ലവർ മാവ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിന്റെ പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ തന്നെ നന്നായി തിള വരുമ്പോൾ തന്നെ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സൂപ്പിന്റെ പരുവം നല്ല കുറുക്കായി വരുന്നുണ്ട്. ഓവറായിട്ട് കുറുകി കഴിഞ്ഞാൽ സൂപ്പ് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് വെള്ളം പോലെ എന്നാലോ കുറച്ച് കട്ടി പോലെ അതുപോലെ ആയിരിക്കണം സൂപ്പ്. കണ്ടില്ലേ, അപ്പൊ സൂപ്പിന്റെ കറക്റ്റ് പരിവായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ ബൈ ബൈ ഫ്രണ്ട്സ്.